അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും, മൈൻക്രാഫ്റ്റിൽ ഒരു കാസിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയല്ല. അപ്പോൾ നമുക്കുണ്ടാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത്ര വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതിൻ്റെ ലേഔട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മൂലകളൊക്കെ കെട്ടണം, ചുമരുകളൊക്കെ. അതായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കെട്ടാൻ പോകുന്നത്. അതൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറേ അധികം സ്റ്റോൺസ് ആവശ്യമുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്ര സ്റ്റോൺ മതിയാകും ഏകദേശം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മൂലകളൊക്കെ ഒന്ന് കെട്ടാം. ഇവിടെ ഇത്ര മതിയാകും. ഇവിടെ വേറെന്തോ വെക്കാനുണ്ട്, അതുകൊണ്ട് അവിടെ അങ്ങ് വിട്ടേക്കാം. ഇവിടെ സ്റ്റോൺ ബ്രിക്സ് വെച്ചാലായിരിക്കും കുറച്ചും കൂടി രസം. ഒരു പില്ലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ 4 എണ്ണം ചെയ്തെടുക്കാനുണ്ട്. 7 ബ്ലോക്ക് മുകളിലേക്കാണ്. 7 ബ്ലോക്കാണ്. 1 2 3 4 5 6 7. ഓക്കെ, കോർണറിൽ ബ്രിക്സ് വയ്ക്കാനുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ എന്ത് ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഞാൻ എന്ത് പറയുന്നു അത് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അയ്യോ, ഇവിടെ അറിയാണ്ട് വെച്ചുപോയി. അത് സാരമില്ല, പിന്നെ പൊട്ടിക്കാം. പിക്കാക്സ് ഉണ്ടോ? അതവിടെ വിട്ടേക്ക്, പിന്നെ പൊട്ടിച്ചേക്കാന്ന്. ഇത് കഷ്ടമാണ് ഗൈസ്. ഈ പോക്കറ്റ് എഡിഷനിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പോയാൽ അതാണ് കഷ്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറ്റൂ. കുറച്ച് സമയത്തിൻ്റെ കുറവ് മൂലം എനിക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തേണ്ടതായിട്ട് തോന്നുന്നു. പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് പൂർത്തിയാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു, കുറച്ച് സമയത്തിൻ്റെ കുറവ് മൂലം. ഓക്കെ, ബൈ.